ഞങ്ങളോട് കളിച്ചെന്നാൽ കാലും വെട്ടും കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയുമെടുക്കും വേണ്ടി വന്നാൽ തലയുമെടുക്കും ആരിത് പറയുമെന്നറിയാമോ ABVP ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഇത്തരം നിലവാരമില്ലാത്ത ആൾക്കാർ തല്ലിച്ചതയ്ക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും ആവശ്യമാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ABVPക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാം, അവരെന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പോലും. ഇന്നത്തെ രാവിലത്തെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം അത്തരമൊക്കെ ഒരു കാര്യം പറയുകയുണ്ടായി. ഈ കാര്യത്തിൽ ABVPക്ക് പറയാനുള്ളത്, അദ്ദേഹം വല്ല കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള മന്ത്രി വാഹനങ്ങളിൽ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ABVPക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം രാവിലെ പറയുന്നത് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി പറന്നു പോവുക. ഓക്കെ, പ്രായമുണ്ടാവാം, വയസ്സായിട്ടുണ്ടാവാം, പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിമാര് മിനിമം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടാവണം. നിരവധി തവണ ABVPയുടെ സംസ്ഥാന നേതൃത്വം PMCയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടിട്ടുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ഓരോ ന്യായവും പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പക്ഷേ ജൂൺ 1 സ്കൂൾ തുറന്നിട്ടും ഇതുവരെ കേരളത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കം ഉണ്ടായിട്ടില്ല. ഇതിനെതിരെയാണ് ABVPയുടെ പ്രതിഷേധം.